കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു സീറ്റ് ലഭിച്ചത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചില മേധാവികൾ ബിജെപിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർക്ക് വോട്ട് ചെയ്തു. ഇവരുടെ സഹോദരങ്ങൾ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് വിധേയരായവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ DA നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ക്ഷേമ പെൻഷൻ അതതു മാസം തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിജെപിയെ രാജ്യം വലിയ തോതിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾ തള്ളി. ഇത് വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഒന്നാണെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. രാജ്യത്തിന്റെ കരുതലിനുള്ള വിധിയാണ് വന്നത്. തങ്ങൾ ആഗ്രഹിച്ചത് നടപ്പിലാക്കാമെന്ന BJP ധാരണ മാറ്റിവെക്കേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കേരളത്തിന്റെ വിധിയെഴുത്തിൽ BJPയെ സഹായിച്ച ശക്തികൾ നല്ല രീതിയിൽ ചിന്തിക്കണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചില മേധാവികൾ നടത്തിയ ചർച്ചയിലൂടെ BJPയുമായി പരസ്പര ധാരണയുണ്ടാക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എന്നും ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവസരവാദപരമായ നിലപാടെടുത്തവരുടെ സഹോദരങ്ങൾ പലവിധ ആക്രമണത്തിന് രാജ്യത്ത് വിധേയമായിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ BJPക്ക് അനുകൂല നിലപാടെടുത്തത് ശരിയായോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ഈ പരസ്പര ധാരണയുടെ ഭാഗമായി നിലപാടുകളും സ്വീകരിക്കപ്പെട്ടല്ലോ. ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും വലതുപക്ഷത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് വാശിയോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നാൽ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ആയി മാറി. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും എന്താണ് SDPI എന്നും കോൺഗ്രസിന് അറിയാം. UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിൻ്റെ മുഖം SDPIയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? 4 വോട്ടിനു വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി കൂട്ടുകൂടുന്നവരായി കോൺഗ്രസ് മാറി. അതുകൊണ്ട് തന്നെ വിജയത്തിൽ UDFന് ആഹ്ലാദിക്കാൻ വകയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വലതുപക്ഷ അജണ്ട ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം എന്നതാണ്. ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വലതുപക്ഷത്തിന് വരുത്തി തീർക്കണമെന്നും അതിനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻ കാര്യത്തിലും ഇതേ നടപടി സ്വീകരിക്കും. ക്ഷേമ പെൻഷൻ തുല്യഗഡുക്കളായി ഓരോ മാസ പെൻഷനൊപ്പവും കൊടുത്തു തുടങ്ങും. ഒരു സംശയവും വേണ്ട, എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെട്ടു എന്നത് വസ്തുതയാണ്. എന്നാൽ ജനങ്ങൾ LDFനെ നെഞ്ചേറ്റുന്നുണ്ടെന്നും ദേശീയ തലത്തിൽ മാറ്റം വരാൻ ജനങ്ങൾ ചെയ്തതാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പൂർണ്ണമായി അഴിമതി അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ജീവനക്കാരെ ഓർമ്മിപ്പിച്ചു. ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ചില പുഴുക്കുത്തുകൾ ഇപ്പോഴുമുണ്ട്. ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടല്ല, പിന്നീട് പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഭരണനിർവഹണ കാര്യത്തിൽ വലിയ തോതിൽ പൊളിച്ചെഴുത്ത് ആവശ്യമായി വന്നിട്ടുണ്ടെന്നും NGO യൂണിയൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം MV ശശിധരനെ പ്രസിഡന്റായും MA അജിത് കുമാറിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. VK ഷീജയാണ് ട്രഷറർ. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.